ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നഴ്സിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗ് അഡ്മിഷൻ 2024 ഇന്ന് മുതലായിരിക്കും. അപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ എപ്പോഴാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി അനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസിനെ കുറിച്ച്. അപ്പോൾ ഗവൺമെൻറ്റിൽ നമുക്ക് നഴ്സിംഗ് സ്കൂൾസിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഓപ്ഷൻസ് ഉള്ളത്. അത് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ അതിൻ്റെ ടൈം പീരീഡ് വരുന്നതനുസരിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. അതിൻ്റെ അടുത്ത് അവർ സോർട്ട് ചെയ്തിട്ടാണ്. എപ്പോഴും ബയോളജി ആയിട്ടുള്ള കുട്ടികൾക്കാണ് എപ്പോഴും പ്രിഫറൻസ് വരിക. അത് കഴിഞ്ഞ് സീറ്റ് ലാബ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകാർക്ക് കിട്ടുകയുള്ളൂ. അതിന് ആവർത്തിക്കുന്നു. അപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ജനറൽ നഴ്സിംഗ് ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റ് സോണിലാണെങ്കിലും ബയോളജിക്കാർക്കായിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ജനറൽ നഴ്സിംഗ് നാട്ടിൽ കിട്ടുന്നില്ലെന്നൊരു സാഹചര്യം കേരളത്തിന് പുറത്ത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഓപ്റ്റ് ചെയ്യുമ്പോഴും അവിടെയും INC റെഗുലേഷൻസ് ജനറൽ നഴ്സിംഗിന് മാൻഡേറ്ററി ആണ്. INC റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൗൺസിൽ രജിസ്ട്രേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കറക്റ്റായിട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം ടീച്ചിങ് നിലവാരമുള്ള കോളേജസും ഹോസ്പിറ്റലോട് കൂടിയിട്ടുള്ള പ്രാക്ടിക്കൽസ് ആയിട്ടും കൂടെ നോക്കിയിട്ട് വേണം ജനറൽ നഴ്സിംഗ് ആണ് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ. അപ്പോൾ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ട് ആണ് എടുത്ത വലിയ ഇൻഫ്രാസ്ട്രക്ചർ, വലിയ ബിൽഡിങ്, അവിടെയും തെറ്റായിട്ടുള്ള കാര്യം. ഇൻഫ്രാസ്ട്രക്ചറിലുള്ള കാര്യം കറക്റ്റായിട്ട് ടീച്ചിങ് പോകുന്നുണ്ടോ, ഹോസ്പിറ്റൽ പ്രാക്ടിക്കൽ സൈഡ് നന്നായിട്ട് പോകുന്നുണ്ടോ, പ്രോപ്പർ അഫിലിയേഷൻസ് ഉണ്ടോ. അപ്പോൾ ഈ 3 മാനദണ്ഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കേരളത്തിന് പുറത്ത് എപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊരു മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫുഡ് നമ്മുടെ നാട്ടിലെ പോലെ ഫുഡല്ല, കാര്യങ്ങൾ ചിലർക്ക് പറഞ്ഞാൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരിക്കലും കേരളത്തിന് പുറത്തൊന്നും പറ്റില്ല. കാര്യം ഞാൻ കേരളത്തിന് പുറത്ത് പഠിച്ചതാണ്. നമ്മൾ കുറേ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, കുറേ കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം. അപ്പോൾ ഇതിനൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിലും ജനറൽ നഴ്സിംഗ് ആയിട്ട് BS നഴ്സിംഗ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ നോക്കാവുള്ളൂ. പക്ഷേ ഫോക്കസ് ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് അഫിലിയേഷൻസും ആസ് വെൽ ആസ് ടീച്ചിങ്ങിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയും പ്രാക്ടിക്കൽ സൈഡും അത്യാവശ്യം പോകുന്ന അത് ജെന്യുവൻ ആയിട്ടുള്ള കോളേജസ് തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കോളേജസ് എങ്ങനെ സോർട്ട് ചെയ്യുമെന്ന് സംശയമുള്ളവർ മാത്രം മദേഴ്സ് നഴ്സിംഗ് ഓഫീസ് നമ്പർ ചോദിക്കാം. കോമൺ സംശയങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോസിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് നമുക്ക് അതായത് റിസൈഡിങ് സ്റ്റേറ്റിലെ സ്റ്റുഡൻസിനാണ് കിട്ടുക. മാനേജ്മെൻറ്റ് കോഡിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് കോഡിനാണെങ്കിലും എക്സസ് സീറ്റ്സ് ഉള്ള കോളേജസിലൊന്നും ജെന്യുവൻ ആയിട്ടുള്ള സീറ്റ്സ് ആയിട്ട് പോകുന്ന റെഗുലാരിറ്റിയിൽ പോകുന്ന കോളേജസ് എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അഡ്മിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ അതിലുപരി ഞാൻ ടീച്ചിങ് സപ്പോർട്ടിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ നഴ്സിംഗിന് ഇഷ്ടം അധികം കുട്ടികളെ ഫെയിലായിട്ട് അതിനടുത്ത് ട്യൂഷൻസ് ഒക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ നഴ്സിംഗ് ഒന്ന് പഠിക്കാനെന്ന് പറഞ്ഞാൽ ആരും ജനറൽ നഴ്സിംഗ് എടുക്കരുത്. അത്യാവശ്യം പഠിക്കാനുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു താല്പര്യം ഉണ്ടായിരിക്കണം. നമുക്ക് നല്ലൊരു ഓറിയൻറ്റേഷൻ ലഭിക്കുന്നതായിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു കോളേജ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ്. അത് നമുക്ക് ഹയർ ആയിട്ട് പോസ്റ്റ് BSc ചെയ്ത് അപ്ഗ്രേഡ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കൊരു ബേസ് നോളജ് വേണം. അപ്പോൾ ആ ഒരു ബേസ് നോളജിന് അതുകൊണ്ടാണ് നല്ലൊരു കോളേജ് തന്നെ എപ്പോഴും സോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ ഇല്ലെന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മദേഴ്സ് ഓഫീസ് നമ്പർ ചോദിക്കാം. വാട്സപ്പിൽ മാത്രമേ മെസ്സേജ് റിപ്ലൈ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് അത് ടൈം പീരീഡ് അനുസരിച്ചായിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ അയക്കാനോട് ശ്രമിക്കുക. കാര്യം ഒത്തിരി അധികം കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിലുപരി നമ്മൾ നല്ലൊരു നഴ്സിംഗിലേക്ക് വരാൻ അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാനും നമുക്ക് നൈറ്റ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സ്ട്രഗിൾസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം നഴ്സിംഗിലേക്ക് വരിക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിയാൽ മതി എന്ന് വിചാരിച്ച് നഴ്സിംഗിലേക്ക് കടന്നു വരുന്ന ഒത്തിരി അധികം കുട്ടികളുണ്ട്. അപ്പം അതിൻ്റെ സ്ട്രഗിൾസ് ഒക്കെ വരുമ്പോഴേക്കും എല്ലാ പ്രൊഫഷനും അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് കഷ്ടപ്പാടാണല്ലോ എന്ന് പറഞ്ഞ് പ്രയാസം പറയുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് ഓൾറെഡി പഠിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളവരാണല്ലോ നഴ്സിംഗ് ഒക്കെ ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് ബോയ്സ് ഫോക്കസ് ചെയ്യുന്നവരൊക്കെ അവരോട് ചോദിക്കുക എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് ഈ പ്രൊഫഷണൽ സൂട്ടബിൾ ആണെന്ന് നോക്കിയിട്ട് തന്നെ കോഴ്സ് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് നഴ്സിംഗ് എടുക്കുന്നത് തെറ്റുന്നത്. എപ്പോഴും വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഹാർഡ്ഷിപ്സും ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തെടുക്കുന്നവരാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ അഡ്വൈസ് ചെയ്യുള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാമെന്നേ ഞാൻ പറയാറുള്ളൂ. ഞാൻ ബീങ് എ ടീച്ചർ നമുക്ക് പല കുട്ടികളുടെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തൊരു അപ്ഡേഷൻ ഞങ്ങളുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. ഔട്ട്സൈഡ് കേരള ഫോക്കസ് ചെയ്യുന്ന ഒരു സംശയമുള്ളൊരു മദേഴ്സ് ഓഫീസ് നമ്പർ ചോദിക്കുക. കോമൺ ഡൗട്ട്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. വീഡിയോ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ഫിനാൻഷ്യലി ഒത്തിരി ടൈറ്റാണ്. നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഫീസ് അടിച്ച് പഠിക്കാൻ നിവർത്തിയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ജനറൽ നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന സാഹചര്യങ്ങൾ അപ്ലൈ ചെയ്ത് അഡ്മിഷൻസ് കിട്ടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടിയ ഒത്തിരി കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. സന്തോഷമാണ് അത് കാണുമ്പോൾ. ഒരു നിവർത്തിയില്ല
എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് പഠിക്കാൻ അവസരം കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനൊരു ഓപ്ഷൻസ് ഗവൺമെൻറ് നമുക്ക് തരുന്ന സാഹചര്യത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.